ആണവ പോർമുന വഹിക്കാവുന്ന മൈന്യൂട്ട് മാൻ 3 മിസൈൽ പരീക്ഷിച്ച് അമേരിക്ക. കാലിഫോർണിയയിലെ വാണ്ടൻബർഗ് ബേസിലായിരുന്നു പരീക്ഷണം. സ്വാഭാവിക പരീക്ഷണമെന്നും ഇറാൻ യുദ്ധവുമായി ബന്ധമില്ലെന്നും അമേരിക്ക പറയുന്നുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, അമേരിക്ക പറയുന്നത് ഇത് ഇറാൻ യുദ്ധവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. പക്ഷേ അത് അങ്ങനെയാണോ കാണേണ്ടത്? ഈ ഇറാൻ യുദ്ധവുമായി കാര്യമായ ബന്ധമില്ല എന്ന് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘർഷവുമായി ബന്ധമില്ല എന്ന നിലപാട് തന്നെയായിരിക്കും ഔദ്യോഗികമായി ഇത്തരത്തിലുള്ള മിസൈൽ പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായൊരു മറുപടി ഉണ്ടാവുക. പക്ഷേ ഈ നിർണായക ഘട്ടത്തിൽ ഇത്രയും ശക്തമായൊരു മിസൈൽ, അല്ലെങ്കിൽ ഇത്തരം ഭൂഖണ്ഡാന്തര ഒരു 17,500 കിലോമീറ്റർ റേഞ്ചൊക്കെ ഉള്ളൊരു മിസൈൽ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നിരിക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു സാഹചര്യവുമായി ചേർത്ത് വായിക്കേണ്ടതില്ല എന്ന് അമേരിക്ക കൃത്യമായി പറയുന്നുണ്ട്. എങ്കിൽ കൂടി കാലിഫോർണിയയിലെ ബേസിൽ നിന്നും ഇക്കാര്യം ഈ മിസൈൽ പരീക്ഷിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ മിസൈലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആണവ പോർമിന് വഹിക്കാനുള്ള ശേഷി മിസൈലിനുണ്ട് എന്നതാണ്. ആണവ പോർമിന് വഹിക്കാനുള്ള ശേഷിയുള്ള തങ്ങളുടെ ആർസനലിലേക്ക്, ശേഷിയുള്ള ഒരു മിസൈൽ കൂടി തങ്ങളുടെ ആർസനലിലേക്ക് അമേരിക്ക കൊണ്ടുവരുന്നു എന്ന് പറയുന്നതും, അതേസമയം ആ കൊണ്ടുവരുന്ന മിസൈലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മിസൈൽ പരീക്ഷണം നടക്കുന്നു എന്ന് പറയുന്നത് ബന്ധപ്പെട്ട ഈ ഇറാൻ യുദ്ധം നടക്കുന്നൊരു സാഹചര്യത്തിൽ കൂടിയാവുമ്പോഴാണ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ളൊരു നിരീക്ഷണങ്ങളെല്ലാം തന്നെ വരികയും ചെയ്യുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് മൈന്യൂട്ട് മാൻ 3 എന്ന മിസൈലാണ് പരീക്ഷിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് നിലവിൽ നമുക്ക് മനസ്സിലാകുന്ന വിവരമനുസരിച്ച് ഈ ആണവശേഷി, അതായത് വലിയ തോതിൽ ആണവ യുദ്ധത്തിനായ ആണവ സ്ഫോടക വസ്തുക്കൾ 20 ഇരട്ടിയോളം ആണവ സ്ഫോടക വസ്തുക്കളും അതിൻ്റെ 20 ഇരട്ടി ശേഷിയുമുള്ള സംവിധാനമാണ് ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അതിശക്തമായ ഒരു ആക്രമണത്തിന് പ്രയോജനപ്പെടാവുന്ന ഒരു ആണവ മിസൈൽ, ആണവ പോർമിന് വഹിക്കാവുന്ന മിസൈൽ തന്നെയാണ് പരീക്ഷിച്ചിരിക്കുന്നത്. നിലവിൽ പ്രധാനമായും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്ന മറുപടി തന്നെയാണ് ഇതിൽ പ്രതീക്ഷിക്കേണ്ടത്. തീർച്ചയായും അവർ പറയുന്നത് ഇത് ഈ യുദ്ധവുമായി ബന്ധമൊന്നുമില്ല, പക്ഷേ സ്വാഭാവിക പരീക്ഷണമാണ് നടന്നത്. നേരത്തെ തന്നെ പരീക്ഷണങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മിസൈൽ കൂടിയാണിത്. സ്വാഭാവികമായും പരീക്ഷണം നടന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടി അതിനെ പൂർണ്ണമായും അമേരിക്ക പറയുന്ന അത്രയും നിസ്സാരമായി തള്ളേണ്ട ഒരു സാഹചര്യമല്ല, കണക്കാക്കേണ്ട സാഹചര്യമല്ല. ഇറാൻ യുദ്ധവുമായി നേരിട്ട് ബന്ധമില്ല എങ്കിൽ കൂടി അതുമായി ബന്ധപ്പെട്ട ചില സങ്കീർണതകൾ ഇതുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നിരീക്ഷകർ കരുതുന്നത്. ശരി, എന്തായാലും വളരെ നിർണായകമായ ഒരു പരീക്ഷണമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. ഇറാനുമായിട്ടുള്ള സംഘർഷം രൂക്ഷമാകുന്ന, മൂർച്ഛിക്കുന്ന ഈ ഘട്ടത്തിൽ ആണവ പോർമുന വഹിക്കാവുന്ന മൈന്യൂട്ട് മാൻ 3 മിസൈൽ പരീക്ഷിച്ചിരിക്കുകയാണ് അമേരിക്ക. കാലിഫോർണിയയിലെ വാണ്ടൻബർഗ് ബേസിലായിരുന്നു പരീക്ഷണം നടന്നത്. സ്വാഭാവിക പരീക്ഷണമാണ് എന്നാണ് അമേരിക്ക പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇത്തരമൊരു പരീക്ഷണം നടക്കുമ്പോൾ അത് എത്രത്തോളം നിർണായകമാണ് എന്നുള്ളതാണ് ഐസൻ ജോസ് പങ്കുവച്ചത്.